ഒരിക്കൽ ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചു, ദിവസം മുഴുവനും ദൈവം എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക? വളരെ തിരക്ക് പിടിച്ച ദിനചര്യയുള്ള വ്യക്തിയായിട്ടാണോ, അതോ അനായാസേന വളരെ ശാന്തമായ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിട്ടാണോ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ദൈവം എന്ത് ചെയ്യുന്നു എന്നതിലും ദൈവം എന്നിലൂടെ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ സംശയത്തിന് പോകാൻ വഴി കണ്ടെത്തുവാൻ കഴിയും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ നാം ദൈവത്തെ എത്രമാത്രം അനുവദിക്കുന്നു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. ഇതിൻ്റെ മറുപടിയിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അഖിലാണ്ട സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതികൾ. അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം തന്നെയാണ്. എന്നാൽ അവിടെ നമുക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് ശരിയായ ബോധം ലഭിക്കാനുള്ള മാർഗമൊരുക്കി അവിടുന്ന് കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി സമയത്ത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് പലരും പറയുമെങ്കിലും നാം പലപ്പോഴും നമ്മുടേതായ വഴികൾ സ്വയം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് പതിവ്. നേരെ മറിച്ച് ദിവസങ്ങളിലിരുന്ന് സ്വയം ശോധന ചെയ്ത് ദൈവവചനത്തിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. വാസ്തവത്തിൽ ക്രിസ്ത്യാനികളായ നാം പലപ്പോഴും വിശ്വാസത്തിൻ്റെ പേരിൽ അവിശ്വാസത്തിൻ്റെ മൂടുപടമിട്ട് സൂക്ഷിക്കുന്നവരാണ്. ദൈവത്തെ വാസ്തവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ധൈര്യവുമില്ല. എങ്കിലും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുവാനും മടിക്കുന്നില്ല. വാസ്തവത്തിൽ ദൈവം നിരന്തരം പ്രവർത്തന നിരതനാണ്. ദൈവത്തിന് വിശ്രമത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടി അവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ മുമ്പിൽ നാമാണ് പലപ്പോഴും പരിമിതി ഇടുന്നത്. സ്നേഹനിധിയായ പിതാവ് തൻ്റെ മക്കളുടെ കാര്യത്തിൽ എത്രമാത്രം കരുതലുള്ളവനാണോ അതിലധികം ദൈവത്തിന് നമ്മെക്കുറിച്ച് കരുതലുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു നേരിട്ട അനുഭവം ഈ സംഭവത്തെ വ്യക്തമാക്കുന്നു. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. സ്വന്തം ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിൽ തടസ്സമായി നിന്നത് അവിടുത്തെ ജനങ്ങളാണ്. തങ്ങളുടെ ബലഹീനതകളെ അംഗീകരിക്കുകയും ആ സ്ഥാനത്ത് ദൈവശക്തി പകരപ്പെടുവാൻ അനുവദിക്കുകയും ചെയ്യുന്നവരാണ് ശക്തരായ ക്രിസ്ത്യാനികളായി തീരുന്നത്. സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയും സ്വന്തം ശക്തിയിൽ പുകഴുകയും ചെയ്യുന്നവർക്ക് ശക്തിയുള്ളവരാകുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതികൾ മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതികൾ നമ്മുടെ വിശ്വാസത്തിന് കാരണമായി തീരണം. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതികൾ കാണുവാൻ കഴിയുന്നത്. ആശയത്തോടു കൂടിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.